ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഞാൻ അതിന്റെ ശരിയും തെറ്റുമല്ല അവരുടെ പൊതുചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല, കർണാടകത്തിൽ പോയാൽ അറിയില്ല, മഹാരാഷ്ട്രയിൽ പോയാൽ അറിയില്ല. ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്താൽ ഡൽഹിയിൽ ഇതില്ല, ഇല്ലല്ല. നമ്മളൊന്ന് ആലോചിക്കണം, കേരളം മാത്രം ഒരു ബന്ദിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റണ വേണോ? എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഞാൻ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്നുമല്ല, ഒരു ചർച്ച, ഒരു പൊതു ചർച്ച വേണം. നമ്മൾ മാത്രം, നിങ്ങളൊന്ന് ആലോചിച്ച്. ഞാൻ അല്ല, ആണ് ഉറപ്പായിട്ട് വേണം. ഈ ദേശീയ പണിമുടക്ക് ഇത് ഇന്നലെ രാവിലെ മുതൽ എല്ലാവർക്കും അറിയാം ഇന്ന് ബന്ധാണെന്ന്. അപ്പൊ അത് തന്റെ ഇടത്തിന്റെ പുറത്ത് കാണിച്ചതാ. അപ്പൊ സ്വല്പം തന്റെ ഇടം കഴിഞ്ഞിട്ടേ വിടുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പോകാനുള്ള അനുവാദം കൊടുക്കണം. അത് തൊഴിലുള്ള അനുവാദം കൊടുക്കണോ വേണ്ടത് ഞങ്ങളിവിടെ തീരുമാനിക്കട്ടെ. ഞങ്ങൾ വേലും കൊണ്ടുവിടെ നിൽക്കുന്നത് മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. ഞാനത് വെക്കുന്നു. ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എല്ലാ സർവ്വ തൊഴിലാളി യൂണിയൻ പണിമുടക്കുകയാണുള്ളത്. അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള 12 പ്രത്യേക ആവശ്യ പണിമുടക്കാണ്. ആ പണിമുടക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇയാൾ തൊഴിലാളി അയാൾ വണ്ടി ഓടിച്ചു വന്നിരിക്കുന്നത്. അത് തീർത്തും തെറ്റാണ്. അവർ വണ്ടി തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ എല്ലാ യൂണിയനുകളും പണിമുടക്കിലുള്ളത്. അത് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച കാര്യമാണ്, എല്ലാവരും അറിയുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് പണിമുടക്കാനുള്ള അവകാശം പോലെ തന്നെ അവർക്ക് പണിയെടുക്കാനുള്ള അവകാശം. അത് ശരിയല്ല. ഒരു തൊഴിലാളിയാണ് അയാൾ. എല്ലാ യൂണിയനും ഉണ്ട്. അതുകൊണ്ട് പറയുന്നത് അത് തടഞ്ഞു വെച്ചിരിക്കുന്നു. ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഇതൊരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വെക്കുകയാണ്. കുറെ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് സംഭവിച്ചെന്താ ഇവിടെ? ഞാനവര് കൈ കാണിച്ച് നിർത്തി. അപ്പൊ ഒരാൾ വന്ന് തെറി പറഞ്ഞു. തെറി പറയേണ്ട ആവശ്യമില്ലല്ലോ, അതല്ലല്ലോ മര്യാദ. എന്തായാലും പ്രവർത്തകർ മോശമായി സംസാരിച്ചു, അതുകൊണ്ടാണ് ഈ വാക്കുതർക്കം ഉണ്ടായതെന്നും പ്രശ്നം ഉണ്ടായതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം പാർട്ടി പ്രവർത്തകർ പറഞ്ഞത് തൊഴിലാളിയാണ് അദ്ദേഹം, തൊഴിലാളികളുടെ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടത്, പ്രത്യേകിച്ച് അവരുടെ കൂടി അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സമരം നടത്തുന്നതെന്നാണ് അദ്ദേഹവും പറയുന്നത്. എന്തായാലും പോലീസ് ഇടപെട്ട് ഈ സംഘർഷമൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ടുണ്ട് അബ്ജോദ്. അതുകൊണ്ട് കൂടുതൽ കയ്യാങ്കളിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ വാഹനം കടത്തിവിടാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഈ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. കൂടുതൽ പോലീസ് വന്നിട്ടുണ്ട്. പണ്ട് മുതലേ കേരളമല്ലാതെ ഒരു സംസ്ഥാനം, ബംഗാളിൽ പോലും ചെയ്യാറില്ല. ബംഗാളിൽ CPM ഭരിക്കുന്ന കാലത്ത് പോലും ചെയ്യാറില്ല. ഈ ഹർത്താലും ബന്ധുവാക്കൂല. അവിടെ ത്രിപുരയിൽ ചെയ്യാറില്ല. നേരത്തെ ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, പാർട്ടിയൊക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെയും ചെയ്യാറില്ല. ഞാൻ പറയുന്നത് നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക.